നെപ്പോളിയൻ ഇറങ്ങുമല്ലേ? തീർച്ചയായിട്ടും. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് നോക്കിയത് ആരുടെ വർക്ക്ഷോപ്പാണെന്ന് നോക്കിയേ, നമ്മുടെ നജീബ് വെള്ളക്കലിൻ്റെ വർക്ക്ഷോപ്പാണ്. ഈ വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബുൾജെറ്റ് സഹോദരന്മാരുടെ 3 വണ്ടികളും ഒമിനി, നെപ്പോളിയൻ, സീനിയർ നെപ്പോളിയൻ എങ്ങനെ 3 വണ്ടികളും പണിത വർക്ക്ഷോപ്പാണ് ഇത്. ഇതിൻ്റെ ഓണർ നജീബ് വെള്ളക്കൽ ഞാനുമായിട്ട് ഏകദേശം ഒരു 25 വർഷത്തെ പരിചയം ഉണ്ടാകും. കൂടാതെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി ആണ് നജീബ് വെള്ളക്കൽ. അപ്പോൾ സീനിയർ നെപ്പോളിയൻ പണി ചെയ്ത് ഞാൻ പറഞ്ഞില്ല ഈ വർക്ക്ഷോപ്പിലാണെന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നജീബ് വെള്ളക്കലിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നജീബ്, ഇതാണ് നമ്മുടെ നജീബ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് നജീബിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് തുടങ്ങി ഇന്ന് വരെ കാണുമ്പോൾ നജീബിൻ്റെ ആ ചിരിയാണ്. ഒന്ന് ചിരിച്ചു നജീബ്, കണ്ട ആ ചിരി നോക്കി, അടിപൊളി ചിരിയാണ് നജീബിൻ്റെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നജീബ്, എന്തൊക്കെയുണ്ട് വിശേഷം? അതല്ലേ. അപ്പം ഈ ബുൾജെറ്റിൻ്റെ 3 വണ്ടിയും നജീബാണ് ഇവിടെ പണിതത് അല്ലേ? ഒമിനി, പിന്നെ നെപ്പോളിയൻ, പിന്നെ സീനിയർ നെപ്പോളിയൻ. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിപ്പോയുള്ളൂ അല്ലേ? കഴിഞ്ഞ ആഴ്ച അവര് എന്നാണ് വ്യാഴാഴ്ച വന്നു, വെള്ളിയാഴ്ച രാത്രി പോയി, ശനിയാഴ്ച അവരോടെത്തി. അതല്ലേ. നെപ്പോളിയനും സീനിയർ നെപ്പോളിയനും തമ്മിലുള്ള വ്യത്യാസം, വണ്ടിയിൽ വല്ല വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് പറയാമോ? വണ്ടിയിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നെപ്പോളിയൻ സീനിയർ നെപ്പോളിയൻ എന്ന് പറഞ്ഞ വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ വണ്ടിയും ഒരേപോലെയാണ്. കാരണം അവർ തുടങ്ങിയ കാലത്ത് അവർക്ക് ഏത് വണ്ടി കിട്ടിയാലും കയ്യിലിട്ട് അമ്മാനം മാറുന്ന പ്രതീതി അത്രേ ഉള്ളൂ. അവർക്ക് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീല് മതിയല്ല. 4 വീലും ഗിയറും ഗിയറില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ ഉരുട്ടിക്കൊണ്ടും തള്ളിക്കൊണ്ടായാലും പോകും. അവരങ്ങനെയാണത്. ചൈനയിൽ ഒമിനി വാനായിട്ട് ഗിയർ ബോക്സ് ഇല്ലാതെ അവർ തള്ളിക്കൊണ്ടുപോയില്ലേ? അതുപോലെ അവർക്ക് അതൊരു വിഷയമൊന്നുമല്ല. അവർക്കതിപ്പോ ഒരു വണ്ടി ആയാൽ മതി. അതിപ്പോ അവർക്കത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവും. എനിക്ക് നെപ്പോളിയനായിട്ടും കൂടുതൽ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? മറ്റേ വണ്ടിനേക്കാൾ കുറച്ചുകൂടി സ്പേസ് കൂടുതലാണ് ഈ വണ്ടിയിൽ. ഉള്ളിലൊക്കെ നല്ല സ്പേസ് ആണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ റാംബോനെ കൊണ്ടുപോകാനാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ അഡ്ജസ്റ്റ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിന് ഓടി നടക്കാൻ അതിൻ്റെ അകത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലിലൊന്നും എടുക്കേണ്ട ഒരു കാര്യമേ വരില്ല. അതവർ പണ്ടേ മുതൽ അങ്ങനെയാണല്ലോ. അവരിപ്പോ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നാൽ പോലും ആ വർക്ക്ഷോപ്പിൽ നിന്ന് അവരെങ്ങും പോവില്ല. അവർ ഏത് വണ്ടിയാണ് അവിടെ കിടക്കും. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ ഇവിടെ ഒരു പായ വിരിച്ചിറങ്ങുന്ന പറഞ്ഞാൽ അവിടെ കിടക്കും. അവർക്ക് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. കമന്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അവരിങ്ങനെയാണ്. പക്ഷെ അവരോട് കൂടുതൽ അടുത്തറിഞ്ഞവർക്കാണ് അവരെ യഥാർത്ഥ സ്വഭാവം അറിയണത്. തീർച്ചയായിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള കമന്റ് ഇടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എതിരെ കമന്റ് ഇടുന്നവർ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം കമന്റ് ഇടുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് അറിയില്ല, അവർ കേൾക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഇവരോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടപഴകി അത്രയും നല്ല രീതിയിലൊക്കെ പരിചയപ്പെട്ടവർക്ക് അറിയാൻ പറ്റുള്ളൂ അവരുടെ എന്താണ് അവരുടെ മനസ്സെന്നുള്ളത്. അത് എനിക്കും മനസ്സിലായി. ഞാൻ അവരുടെ പെരതാമസത്തിന് അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെ. അവരുടെ കൂടെ വർത്താനം പറഞ്ഞപ്പോൾ അവര് നമ്മളെ പോലെ അല്ലേ, സാധാരണക്കാരാണ്. ഭയങ്കര. ഞാൻ പറഞ്ഞില്ല, അവര് പറയുന്ന പോലെ ചിക്കൻ, ബീഫ് അല്ലെങ്കിൽ മറ്റേത് മറിച്ചത് അങ്ങനെയുള്ളതൊന്നുമില്ല. അവർ പഴങ്കഞ്ഞി കുടിക്കുള്ളൂ. എവിടെ വന്നാലും അവർ കഞ്ഞി എവിടെ കിട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ അന്വേഷിച്ച് പോയി കഞ്ഞി കുടിക്കും. പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക, ഫേവറേറ്റ് ആണ് അവർക്ക് പഴങ്കഞ്ഞി. സഹോദരങ്ങളായിട്ട് എങ്ങനെ പരിചയപ്പെട്ടത്? ഇവരായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ തൃക്കാക്കര വർക്ക്ഷോപ്പ് ഉണ്ടായ സമയത്തെ നമ്മുടെ ബാബ്സ് ഉണ്ടല്ലോ, ബാബ്സിനെ അറിയാത്ത ആൾക്കാരുടെ എല്ലാവർക്കും അറിയാം. ബാബ്സിന്റെ കെയർ ഓഫിലാണ് ഇവർ വരുന്നത്. ബാബ്സ് എന്നെ വിളിച്ച്, ബാബ്സ് 1-2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിലും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്, വണ്ടി ഹോൺ ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഇവരായിട്ട് ബന്ധം വന്നത്. പിന്നെ ഭയങ്കര സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് കാര്യത്തിനും അവർ നമ്മളെ വിളിക്കും. പല കാര്യങ്ങൾക്കും, ഒരുപാട് കാര്യങ്ങൾക്ക്. ഇപ്പൊ തന്നെ നമ്മളിപ്പോ പഴയ നെപ്പോളിയൻ ഇറക്കാനായിട്ടുള്ള ട്രാവലറെ പിന്നെ അടുത്ത ആഴ്ച എന്തായാലും നമുക്കൊരു 15-ാം തീയതി, ജൂലൈ 15-ാം തീയതിക്കുള്ളിൽ എന്തായാലും ഇറങ്ങും. കാരണം ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർക്ക് യാത്ര തുടങ്ങാനായിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. വേറെ ഒന്നുമല്ല, ആ വണ്ടിയും കൂടി അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ നിന്ന് വരേണ്ടി വരും. അപ്പൊ അതുകൊണ്ടിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നെപ്പോളിയൻ ഇറങ്ങുമല്ലേ? തീർച്ചയായിട്ടും. നജീബ് എല്ലാത്തരം വണ്ടികളും പണിയും. നിങ്ങൾ കണ്ടപോലെ ഇവിടെ അശോക് ലൈലാൻഡിൽ വലിയ ട്രക്കാണ് ആ സൈഡ് കിടക്കുന്നത്. പിന്നെ അവിടെ ബസ് കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ,
ഈ സൈഡ് കണ്ട ടെമ്പോ ട്രാവലർ ചെറിയൊരു പണി അല്ലേ, ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ നജീബേ എനിക്കൊരു ടെമ്പോ ട്രാവലർ ഉണ്ട്. ആ ടെമ്പോ ട്രാവലറിന്റെ മഴയത്തെ ഭയങ്കരമായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ട് അകത്തേക്ക്, വെള്ളം വന്നിട്ട് അതൊന്നും ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ഫൈബർ ചെയ്യാൻ പറ്റുമോ? അത് ടോപ്പ് ഫുള്ള് ഒരു കോട്ട് ഫൈബർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ ലീക്കും കാര്യങ്ങളെല്ലാം മാറി. വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ ഫുൾ തകിടൊക്കെ മാറണമെന്നാണ് പറയുന്നത്. നല്ലൊരു എമൗണ്ട് ആവും. തകിട് മാറേണ്ട ആവശ്യമില്ല. അതിപ്പോ തുരുമ്പാണെങ്കിൽ തന്നെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടെ, ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നെ ഫൈബർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നു തുരുമ്പ് എടുക്കില്ല, അത്ര കാശാവൂല, വലിയ ചെലവും വരില്ല. മറ്റൊന്നും നമ്മുടെ തകിടൊക്കെ പൊട്ടിച്ചൊക്കെ സമയം ഒരുപാട് പിടിക്കും, ഇതാ പെട്ടെന്ന് തീരുകയും ചെയ്യും. ഇങ്ങനത്തെ പണികള് ചെറിയ മുതൽ മുടക്കില് നമ്മളെ പോലെയുള്ള ടാക്സി ഡ്രൈവർമാർക്ക് ചെയ്യാവുന്ന പണികൾ ടെമ്പോ ട്രാവലറിന്റെ ആയാലും ഏത് വണ്ടിയുടെ ആയാലും ഈ വർക്ക്ഷോപ്പിൽ ചെയ്തു കൊടുക്കും അല്ലേ? എല്ലാ വർക്കുകളും ഉണ്ട് കേട്ടോ. സ്റ്റീരിയോ അങ്ങനെയുള്ള വർക്കുകൾ, ലൈറ്റ് വർക്കുകൾ, കാര്യങ്ങളെല്ലാം ടെസ്റ്റ് വർക്കുകൾ, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. തന്നെ ലോറിയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. സൈനൂസ്, അതെ സൈനൂസ് എന്റർപ്രൈസസ് സ്ഥാപനത്തിൽ വർക്ക്ഷോപ്പിന്റെ പേര് സൈനൂസ് റീവാമ്പ്. സൈനൂസ് റീവാമ്പും സൈനൂസ് എന്റർപ്രൈസസ്. അതെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് അല്ലേ? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? നമുക്കിപ്പോൾ എത്രയാണ് 45,000 ഒക്കെ ഉണ്ട്. എല്ലാവരും പോയിട്ടൊന്ന് അതിപ്പോ വേറെ ഒന്നുമല്ല കേട്ടോ, അത് വണ്ടികളുമായി ബന്ധപ്പെട്ട ആളുകളെ ഈ നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടികളുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പാർട്സ് ഒക്കെ പുതിയ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റും. പിന്നെ അവർക്ക് ഉപകാരപ്പെടുന്ന കുറെ വീഡിയോകളും വണ്ടിയുടെ ആയാലും ആ വീഡിയോകളൊക്കെ കുറെ ഉണ്ട്. അതൊക്കെ പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോ സൈനൂസിന്റെ നമ്മുടെ റീവാമ്പ് ലൈറ്റും കാര്യങ്ങളും അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സൈനൂസ് എന്റർപ്രൈസസ് നമ്മുടെ ഒന്ന് കണ്ടിട്ട് വരാം. ഭാരത് ബെൻസ് ടെമ്പോ ട്രാവലർ നിങ്ങളുടെ ഏത് വാഹനമായിക്കോട്ടെ, നിങ്ങളൊരു വണ്ടി ഭ്രാന്തനാണോ? നിങ്ങളുടെ വാഹനം മൊഞ്ചു കൂട്ടുവാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ വരിക എറണാകുളത്തേക്ക് നജീബിൻ്റെ അടുത്ത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏത് വർക്കുകളും അനുയോജ്യമായി ചെയ്തു തരുന്നു. നിങ്ങളുടെ വണ്ടിക്ക് ആവശ്യമായ എല്ലാത്തരം എക്സ്ട്രാ ഫിറ്റിങ്സുകളും കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റിൻ്റെ വർക്കുകളും ഇവിടെ ചെയ്തു നൽകുന്നു. ഈ വർക്ക്ഷോപ്പിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. സൈനൂസ് എൻ്റർപ്രൈസസ് എല്ലാവിധ വാഹനങ്ങളുടെയും ബോഡി വർക്ക് സംബന്ധമായ പണികളും ഇവിടെ ചെയ്തു കൊടുക്കും. ചെറിയ രീതിയിൽ പാച്ച് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചേട്ടാ ഇതിന് ഫുൾ വർക്ക് ഉണ്ടോ? ഫുൾ വർക്ക് ഉണ്ട് അല്ലേ? ഭാരത് ബെൻസിൻ്റെ അതിമനോഹരമായ വീൽ കപ്പ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഭാരത് ബെൻസിൻ്റെ തന്നെ സെൻസൈഡാണ് ആ കാണുന്നത്. ഈ കാണുന്ന വീൽ കപ്പ് ട്രാവലറിൻ്റെ ആണ്. അതുപോലെ ഇത് ഭാരത് ബെൻസിൻ്റെ റെയിൻ ഗാർഡ്, അതുപോലെ ഭാരത് ബെൻസിൻ്റെ വീൽ കപ്പ്, ഇതെന്തിൻ്റെ ക്യാബിനും മുകളിലൊക്കെയാണ് വന്ന. എൻ്റെ പേരെന്താ? റൂഫ് റെയിൽ അല്ലേ? റൂഫ് റെയിലാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ ഈ സ്ഥാപനത്തിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ആവശ്യക്കാർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.